വലിച്ചു വാരിയിടാനല്ല പറഞ്ഞത്. ആർക്കും ഒന്നിലും ഒരു ശ്രദ്ധയും ഇല്ല. തനിയൊന്നേ വരുന്നേ. താനാണോ ഇവിടുത്തെ ദേഹണ്ണക്കാരൻ? അതെ. വീട്ടുമുറ്റത്ത് വെച്ച് ആണോടോ ദേഹണ്ണം? അല്ല, പിൻഭാഗത്താ. എന്നാ പിന്നെ വാചോടിച്ചിരിക്കാതെ ചെമ്പും കലവും ചട്ടവും കൊടുത്ത് അപ്പുറത്തോണ്ട് വെക്കണോ? ഓഹോ. 100 കൂട്ടം കാര്യങ്ങളുള്ളപ്പോഴാണോ ഇങ്ങനെ കുന്തം വിഴിഞ്ഞ കണക്ക് നിക്കണേ? പച്ചക്കറിയും പലവഞ്ഞവും രാവിലെ എത്തൂന്ന് പറഞ്ഞിട്ട് അത് വന്നോ ഇല്ലയോ നോക്കിയോ? ദൂരെ നിന്ന് വരുന്നവർക്കുള്ള താമസ സൗകര്യം ഏർപ്പാടാക്കിയോ? പൂവും മാലയും ബൊക്കെ നാളെ വെളുപ്പിനെ ഇവിടെ എത്തുവോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് നിന്നേ, ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. എന്താ? പെണ്ണിന്റെ തന്ത നീയോ ഞാനോ? അതെന്താ മുതലാളിക്ക് പെട്ടെന്നൊരു സംശയം? മുതലാളി വിഷമിക്കണ്ട, ഞാൻ ചേച്ചിയോട് ചോദിക്കാം. ആ അർത്ഥത്തിലല്ല ഞാൻ ചോദിച്ചത്. തന്തയ്ക്ക് വേറെ അർത്ഥം ഉണ്ടോ? ഞാൻ ചോദിച്ചത് ഈ വീട്ടിലെ ഗ്രഹനാഥൻ നീയാണോ ഞാനാണോ എന്നാ. ഗ്രഹനാഥൻ മുതലാളി എന്നാ, എന്നാൽ ഫുൾ ഉത്തരവാദിത്വം എനിക്കാ. എന്നാ പിന്നെ നോക്കി നിൽക്കാതെ എന്നോട് ആജ്ഞാപിച്ച് അവളെ പോയി ചെയ്യടാ. അവന്റെ ഒരു അങ്ങോട്ടും ആദ്യം പാചകം ടെസ്റ്റ് ചെയ്യട്ടെ. ഭയങ്കര വിശപ്പ്. നീർക്കോലിയുടെ രൂപവും പെരുമ്പാമ്പിന്റെ വിശപ്പും. എന്താ അകത്തൊരു ബഹളം? ഒരല്പം കുടുംബകാരി എന്റെ മോളും ഭാര്യയായിട്ട് പങ്കുവെച്ചതാ. എന്താ കുഴപ്പമുണ്ടോ? എനിക്ക് മനസ്സിലായി. എന്ത്? പെണ്ണിന്റെ അച്ഛനാരാണെന്ന് ചേച്ചിയോട് പോയി ചോദിച്ചില്ലേ? എടാ അച്ചുവേ, എന്റെ മകൾക്ക് ഇതെന്താ പറ്റി? കല്യാണം അടുക്കും തോറും മനസ്സിനകത്തൊരു ചാഞ്ചാട്ടം. ഇപ്പൊ കല്യാണം വേണ്ട വേണ്ട എന്നൊരു വാശി. ഇനിയിപ്പൊ പേടിച്ചിട്ടാണോ അതോ? അതെ, മുഹൂർത്തം എടുക്കും തോറും പേടിക്കുന്ന പെണ്ണുങ്ങൾ 2 തരത്തിലുള്ളവരാ. ഒന്ന് പിഴച്ച പെണ്ണ്, 2 പ്രേമിച്ച പെണ്ണ്. ഇത് ഏത് വകുപ്പിലാ മോളെന്ന് പോയി ചോദിക്കും. എന്റെ മോള് കുടുംബത്തിൽ പറഞ്ഞവളാണ്. എന്ത് കരുതി ആയിക്കൂടുന്നുണ്ടോ? ചേട്ടനെ വിളിച്ചായിരുന്നോ? പോയി അരി വെക്കണോ കോപ്പേ? ഭ്രാന്ത് വരും. ഒന്നും പറയണ്ട അണ്ണാ. ആനയെ പേടിച്ച് 110 കിലോമീറ്റർ സ്പീഡിൽ ഒരു പിടിയിലങ്ങ് വിട്ടു. അതിന് ഓട്ടോ മാക്സിമം 50-ലല്ലേ പോവൂ. പോയത് 50 തന്നെ, പക്ഷെ ഒരു 110ന്റെ മതിപ്പുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ ആട്ടോ ഓവർ ബ്രിഡ്ജ് ഇറങ്ങിയതും ഒരു സിക്കുകാരൻ കുറുകെ എടുത്ത് ഒറ്റച്ചാട്ടം. കണ്ണുടച്ച് ഞാനൊരു ചവിട്ടി. വണ്ടി സിക്കുകാരന്റെ തലയുടെ മുകളിൽ കൂടി ഡൈവ് ചെയ്ത് ഓടിക്കൊണ്ടിരുന്ന ഒരു ലോറിയുടെ മുകളിൽ കയറി. ലോറി നിർത്തി. ലോറി ഡ്രൈവർ ഞാനും ഇറങ്ങി. ഓട്ടോ ലോറിയുടെ മുകളിൽ നിന്നും പൊക്കിയെടുത്ത് താഴെ വെച്ചു. സിക്കുകാരൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, സാരേ ജഹാംസെ അച്ഛാ. ഞാൻ പറഞ്ഞു, കുച്ചു കുച്ചു ഹോത്തായെന്ന്. ഉടനെ ആ സിക്കുകാരൻ 1000 രൂപ എടുത്ത് എണ്ണി എന്റെ പോക്കറ്റ് ഇട്ടു. 1000 രൂപ? കാഞ്ഞിരപ്പള്ളി കറിയാച്ചനാണ് സത്യം. സിക്കുകാരെന്ന് വെച്ചാൽ ആരാ? അവരെ പേടിച്ച് സർക്കാർ ലീവ് വരെ കൊടുക്കുന്നുണ്ട്. കേട്ടിട്ടില്ലേ? സിക്ക് ലീവ്. എന്നിട്ടാ രൂപ എവിടെ? ഞാൻ കാണിച്ചു തരാം. അയ്യോ പോയാ. ഞാൻ പറഞ്ഞില്ലേ എന്റെ കാശ് വാഴൂല. ആരോ പോക്കറ്റ് അടിച്ചു. ഇവൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ചോദിക്കട്ടെ, സത്യം പറയുന്നൂടാ, എന്താ ഉണ്ടായത്? സത്യം പറയാന്റെ ബാവണ്ണ, ആനയെ പേടിച്ച് ഓടുന്നതിനിടയിൽ എന്റെ ആട്ടോ ഒരു സിക്കുകാരന്റെ സ്കൂട്ടറിൽ കൊണ്ട് നെടിച്ചു. എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന 200 രൂപ അയാളെ മേടിച്ചെന്നാ. എങ്കിൽ നിങ്ങളുടെ നക്ഷത്രം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വെരി ക്ലോസ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഖുഷ്ബുവിന് ജന്മം നൽകിയത് ഞാനാണ്. അല്ലടാ അച്ഛൻ എഴുതി ഖുഷ്ബുവിന് ജന്മം നൽകിയ കഴുത ഞാൻ പറഞ്ഞു. ശരിക്ക് പറഞ്ഞാൽ എഴുത്തുകാരുടെ കൂട്ടത്തിൽ ഖുഷ്ബുവിന്റെ അച്ഛൻ ഞാനാണ്. ദി ഗാഡ് ഫാദർ, എഴുത്തച്ഛൻ, നിന്റെ അപ്പൂപ്പൻ. എന്താ വിശ്വാസമാകുന്നില്ലേ? വിശ്വസിപ്പിച്ചേരാം. ഖുഷ്ബുവിനെ നിനക്ക് നേരിട്ട് കാണണോ വേണ്ടേ? നേരിട്ടോ? അല്ല, വളഞ്ഞിട്ട് കാണണമെങ്കിൽ കാണണമെന്ന് പറ, ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. പക്ഷെ ഒരു ഡിഫിക്കൽട്ടി ഉള്ളത്, നിങ്ങൾ മദ്രാസിൽ പോകേണ്ടി വരും. മദ്രാസിൽ പോണോ? അല്ല, മദ്രാസ് ഇങ്ങോട്ട് വരും. വിവരക്കേട് പറയാണോ? നീ ഒന്ന് ചുമ്മാതിരിടാ ചേട്ടാ. ചേട്ടൻ പറ, മദ്രാസിൽ പോയി കഴിഞ്ഞാൽ ഖുഷ്ബുവിനെ കാണാൻ പറ്റൂ? സീരിയസ് ആയിട്ടാണോ ചോദിക്കുന്നത്? എങ്കിൽ പെട്ടി പ്രമാണമൊക്കെ റെഡി ആയിക്കോ. അയ്യോ, അപ്പൊ എനിക്ക് വരാൻ പറ്റത്തില്ല. നിനക്ക് പെട്ടി ഇല്ലേ? പെട്ടിയുണ്ട്, പ്രമാണമില്ല. അത് കണ്ടാലേ അറിയാം. എടാ ദിലീപേ, നിനക്ക് വിവരമുള്ളതുകൊണ്ട് പറയാം. വിവരമുള്ളവർ തമ്മിൽ സംസാരിക്കാം. ഖുഷ്ബു ഇപ്പോ MOV സ്റ്റുഡിയോ, അവിടേക്ക് ആര് പോകും? AVM സ്റ്റുഡിയോ കാണാം. AVMിലേക്ക് ഞാൻ ഒരു കത്ത് ഗേറ്റിൽ നിൽക്കുന്ന വാച്ച്മാന്റെ അടുത്ത് കൊടുക്കുക. ആ സെക്കൻഡ് നിങ്ങൾ അകത്ത്. എന്താടാ? തുമ്പ് കിട്ടി. 1 മിനിറ്റ്. എന്നാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടി തന്നെ പോകാൻ വരട്ടെ. ഞാൻ ഒരു കാര്യം ഒന്ന് മുതലാളിയോട് പറഞ്ഞോട്ടെ. അതിന്റെ പേരിൽ ഇവിടെ ഒരു വിപ്ലവം നടക്കും. നിങ്ങൾ ആ ടീം ബിയുടെ ക്യാപ്റ്റൻ. അതെന്താണ് അങ്ങനെ? അതങ്ങനാ. ഇങ്ങോട്ട് വന്നേ.
ഞാൻ ഒളിഞ്ഞു നോക്കി മുതലാളിയുടെ മോളുടെ സംഭവങ്ങളെല്ലാം കണ്ടു. പറഞ്ഞു തീരുന്നൊരു പഠിച്ചതിനാ ഒളിച്ചു നോക്കിയേനെ. അതുകൊണ്ടല്ലേ പെണ്ണ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം പിടികിട്ടിയത്. പെണ്ണിന് പ്രേമം ആരോട്? ഈ കുറുപ്പിന്റെ മോനോട്. രണ്ടുപേരും കൂടെ പതുങ്ങി നിന്ന് ഹൃദയം പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടു. അനാവശ്യം പറയുന്നോടാ. ഞാൻ കണ്ടത് അവർക്ക് ഇന്നാലും പറയണത്. മിണ്ടിപ്പോകരുത്. ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളേരാ. അവര് മിണ്ടിന്നും പറഞ്ഞു നോക്കിയിരിക്കും. അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നിന്റെ പല്ല് മുഴുവൻ താഴെ കിടക്കും. പോടാ. എന്താണ് ഉണ്ണിത്താനെ പ്രശ്നം? എന്തിനാ അവനെ തല്ലിയത്? അത് അവന്റെ ഷെയറാ. അരമണിക്കൂർ ഇടവിട്ട് അവനത് കിട്ടണം. അവനെന്തിയേ? ഇനി ആരെങ്കിലും പ്രേമിക്കാനോ മറ്റേ പോയോ? എന്താണോ കൊച്ചുകുറുപ്പേ, വല്ല പെൺപിള്ളേരെ ലൈനടിക്കാൻ പോയതാണോ? സംശയം എന്റേതല്ല, നിന്റെ അച്ഛന്റെയാ. അച്ഛൻ പറഞ്ഞു പറഞ്ഞു ഒടുവിൽ ജോസഫ് പ്രവചനം ശരിയാവുന്ന എനിക്ക് തോന്നുന്നു. എന്നാ കൊന്നുകളയും. അപ്പൊ ചെല്ല്, രാവിലെ നേരത്തെ എത്തണം. എടോ കൊച്ചുകുറുപ്പേ, തന്നോട് കൂടിയാ പറയുന്നേ. ഞാൻ വെളുപ്പിനെങ്ങെത്തും. എടാ അച്ചുവേ, സർസൂലെ കാണാനില്ല, ഒന്ന് അന്വേഷിക്കടാ. അന്വേഷിക്കാനൊന്നുമില്ല, അവള് പോയി. എങ്ങോട്ട്? അവളെ കാമുകനോടൊപ്പം. കാമുകനോടൊപ്പോ? ആ, പാലത്തിങ്കൽ കുറുപ്പിന്റെ മകൻ കൊച്ചുകുറുപ്പിനോടൊപ്പം സ്ഥലം വിട്ടു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്നിട്ട് എന്താ നീ മിണ്ടാതിരുന്നേ? ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളാരല്ലേ, പോട്ടെ എന്ന് ഞാനും കരുതി. എടാ, അവര് തമ്മിൽ പ്രേമമാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ. എന്നിട്ട് കേട്ടോ, എല്ലാവരെയും ഒന്നിച്ച് കളിപ്പിച്ച് അവര് നാട് വിട്ടു. ചെറുക്കലെ കൂട്ടിന് വരുമ്പോ പെണ്ണില്ലെങ്കിൽ ഞാൻ എന്തോ പറയും. മുതലാളിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം. എന്ത്? പെണ്ണോളിച്ചോടിയെന്ന്. പോടാ. എത്രയായി? ചേച്ചിക്ക് ഇഷ്ടമുള്ളത് തന്നാ മതി. എന്നെ ചേച്ചിന്നൊന്നും വിളിക്കണ്ട, എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. എന്നാ കുഞ്ഞുവാവേന്ന് വിളിക്കാം, അതോ അമ്മച്ചിന്ന് വിളിക്കണോ? നിങ്ങളോട് കാശ് എത്രയെന്നാ ചോദിച്ചേ? മീറ്ററിൽ 10 രൂപയായുള്ളൂ, പക്ഷെ എന്തെങ്കിലും കൂട്ടിത്തരണം. ഞാനൊരു രോഗിയാണ്, ഓപ്പറേഷൻ നടത്താൻ 2 ലക്ഷം രൂപ വേണം. 2 ലക്ഷം രൂപയെ? എന്ത് രോഗമാണ് നിങ്ങൾക്ക്? എന്റെ ഹാർട്ടിൽ കിഡ്നി വളരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഒരു 2 വർഷം. എന്റെ അമ്മോ, ചേച്ചി തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ വിട്ടാ മതി. എനിക്കല്ല, ആനയ്ക്കാം. ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കൂ. ഇതാണ് കൊച്ചിയുടെ യഥാർത്ഥ പേസ്. എന്ന് വെച്ചാൽ ആമുഖം. കൊച്ചി എന്നാൽ അതിവിശാല നീരുവയുടെ, ഒരു തണുത്തുറഞ്ഞ നീരുറവയുടെ ആന്തോളനത്തിന്റെ ഒരു കൊച്ചു സ്പന്ദനമാണ്. കൊച്ചിയെ പറ്റി പറഞ്ഞാൽ രോനെ പേ ആ ജായേ തോ ദരിയാ ഹി ബഹാ ദേ, ശബ്നം കി തരഹ ഹംകോ രോനാ നഹി ആതാ. അതെ, ഇതാണ് പാലാരിവട്ടം. ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ബസ്സിൽ ചാടി കേറിയാൽ നേരെ ചെല്ലുന്നത് ലിസി. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ മേനക, വലത്തോട്ട് തിരിഞ്ഞാൽ എന്താണ്, പത്മ. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് സവിത, സരിത, സംഗീത, അങ്ങനെ അങ്ങ് പോവും. അപ്പൊ കൊച്ചിയിലെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ? അതെ, അവരുടെയൊക്കെ ഭർത്താക്കന്മാരങ്ങ് ഗൾഫിലാ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അരേ സാലേ കുത്തേക്ക കമിന, ചോദ്യം വേണ്ട, പറയുന്നതനുസരിച്ചാ മതി. ഫടാഫട്ട്. ഈ വൻകുടൽ പോലെ കാണുന്നതാണ് വൻകടൽ. ഇത് മറൈൻ ഡ്രൈവ്, അതായത് തൂക്കുപാലം. മനസ്സിലായില്ല അല്ലേ? ഇല്ല. തൂക്ക് ഫ്രിഡ്ജ്. ഇവിടങ്ങളിലാണ് സ്ഥലം എസ് ഐ തീക്കനൽ ഭദ്രന്റെ ആവാസ കേന്ദ്രം. അവനെ സൂക്ഷിക്കണം. ശ്രദ്ധിച്ചു നോക്കൂ, ഈ കറുത്ത വരകൾ കംപ്ലീറ്റ് ഊടുവഴികളാണ്, അതായത് ഇടവഴികൾ. അല്ല, എന്തിനാ ഊടുവഴികള്? കഷ്ടം, പോലീസ് ഓടിക്കുമ്പോൾ രക്ഷപ്പെടണ മണ്ട. ബാഡ് ബോയ്സ് കാമീനെ കഹിങ്ക. അരെ തും ലോഗ് കിസി സെ പ്യാർ ഹോ ജാओ. ഇതെന്താ ഇതിന് ചുറ്റും വെളുത്ത് കാണുന്നത്? വെളുത്ത് കാണുന്നതാണ് കൊച്ചിക്കായൽ. ഇതുവഴിയാണ് സ്വർണ്ണ ബിസ്ക്കറ്റുകളും കുഴൽപ്പണങ്ങളും ഒഴുകി 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 വരുന്നത്. കുഴൽപ്പണമൊക്കെ ഒഴുകി ഒഴുകി വരുവോ? കുഴൽപ്പണം പിന്നെ ഒഴുകി വരാതെ മുങ്ങിപ്പോവാടാ. ഒഴുകി വന്നാൽ ഞങ്ങൾ അപ്പ പോക്കും. അതെന്താ? ഞങ്ങൾക്ക് നീന്തലറിയാം. Shut up. അതൊക്കെ പോട്ടെ, നിങ്ങളിൽ ആരെങ്കിലും മോഷണം നടത്തിയിട്ടുണ്ടോ? ഞാനൊരെണ്ണം നടത്തിയിട്ടുണ്ട്. മിടുക്കൻ. അത് ചീറ്റിപ്പോയി. ഓഹോ, പോക്കറ്റടി, പിടിച്ചു പറി. കഷ്ടം. അപ്പൊ ഒന്നിനും എക്സ്പീരിയൻസ് ഇല്ലല്ലേ? എങ്കിൽ പോക്കറ്റടിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ക്ലാസ് തരാം. ഇതിങ്ങനെ എടുത്ത് കീറി പകുതി മുറിച്ച് അതിങ്ങനെ ഭദ്രമായി 2 വിരലുകൾക്കിടയിൽ വയ്ക്കുക. എഴുന്നേൽക്കൂ. ഇതാ, ഈ ബ്ലൈഡ് വിരലുകൾക്കിടയിൽ ഇതുപോലെ പിടിക്കൂ. ഞാൻ പിടിച്ചിരുന്നത് പോലെ ഭദ്രമായി പിടിക്കൂ.
പിടിച്ചോ? പിടിച്ചു ദാ, ഇതൊരു തിരക്കുള്ള ബസ്സാണെന്ന് കരുതുക. തിരക്കുള്ള ബസ്. ഞാൻ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന കഥപാക്യനായ ഒരു യാത്രക്കാരൻ. ഇനി എല്ലാവരും കമ്പി പിടിച്ച് ചേർന്ന് നിന്നോളൂ. തിരക്കുണ്ടാക്കിക്കോളൂ. കമ്പിയിൽ പിടിച്ചു നിൽക്കാനേ പറഞ്ഞുള്ളൂ. എന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ 30,000 രൂപയുണ്ട്. എത്രയുണ്ട്? 30 റുപ്പീസ്. 30,000 രൂപ. അവന്റെ അണ്ടർവെയറിനുള്ളിലെ 30,000 രൂപയാണ് നിങ്ങളുടെ ലക്ഷ്യം. തിരക്കുണ്ടാക്കൂ ചേർന്ന് നിൽക്കൂ. തിരക്കുണ്ടാക്കൂ. എന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റ് ലക്ഷ്യമാക്കി നീങ്ങൂ. നീങ്ങിക്കോളൂ. ലക്ഷ്യം തെറ്റുന്നു. താഴോട്ട്. സാധനം ലക്ഷ്യമാക്കി നീങ്ങൂ. സാധനം ലക്ഷ്യമാക്കി നീങ്ങൂ. അറുത്തെടുക്കൂ. അറുത്തെടുത്ത തന്റെ മോനെ ഏത് പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും പാതാളക്കരണ്ടി ഉപയോഗിച്ച് ഞാൻ പൊക്കും. ഞാനാ ആ പാതാളക്കരണ്ടി. പുറത്തേക്ക് ഇറങ്ങി വാടോ കുറുമേ. കേസ് കൊടുക്കും, പിണ്ണാക്ക് തീറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് കുറച്ചുനാൾ മുമ്പ് നീ എന്റെ വീട്ടിൽ വന്ന് വിപ്ലവം സൃഷ്ടിച്ചില്ലേ? അപ്പോഴേ എനിക്ക് തോന്നി നിന്റെ മകനെ നീ തന്നെ മുക്കിയതായിരിക്കുന്നു. മുക്കാൻ അവനെന്താ തുള്ളിനീല? വാചകം വലിച്ച് നിൽക്കാതെ ഇറക്കി വിടറാ അവനെ. ഇറക്കി വിടാനായിട്ട് പിടിച്ച് കയറ്റിച്ചില്ലല്ലോ ഞാൻ അവനെ. ഞാൻ കണ്ടതാ. പിടിച്ചിറക്കില്ലടാ. പിടിച്ചിറക്കവനെ. അയ്യോ ഇയാളറിയില്ലേ? ഇദ്ദേഹമാണ് വട്ടപ്പറമ്പിൽ ഉണ്ണിത്താൻ. ഇയാളിപ്പിച്ചൊരു പ്രശ്നത്തില. കെട്ട് കഴിയാത്തൊരു മോളുണ്ട്. ആരീ നാട്ടിൽ വന്നാലും മോളെ കെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് വരും. നിനക്ക് പറ്റുമോ ഇയാളെ മോളെ കെട്ടാൻ? അയ്യേ എന്നെ കൊണ്ട് പറ്റില്ല. സോറി ട്ടോ ഉണ്ണിത്താൻ ചേട്ടാ. കണ്ടോ, ഇവന് പറ്റില്ല എന്ന്. എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ, ഇച്ചിരി ധൃതിയുണ്ടേ. നിക്ക്, എനിക്ക് മൊത്തം ഒന്ന് പരിശോധിക്കണം. മൊത്തം ഒന്ന് നോക്കടാ. നോക്കടാ. അകത്താരെങ്കിലും ഉണ്ടോ? ഇല്ല. ബാക്ക് സീറ്റിന്റെ അടിയിൽ നോക്ക്. നീ ഇതെന്ത് ചെയ്യാ? ദേഹ പരിശോധന നടത്തുകയാ. കുണ്ട പോയ കുടത്തിൽ തപ്പണമെന്നാണല്ലോ. മൊത്തം പരിശോധിച്ചു. ഡ്രൈവർ അല്ലാതെ വേറെ ആരുമില്ല. ഉണ്ണിത്താനെ, ഇനി പരിശോധിക്കാൻ എന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റ് ബാക്കിയുണ്ട്. വേണമെങ്കിൽ. അയ്യോ വേണ്ട. എവിടെ? തൊട്ടുപോകരുത്. നീ വണ്ടി കയറണം മോനെ. മാറാ. അല്ല മുതലാളി, അതൊക്കെ എവിടെ? അവനിത് ഇവിടെ പോയി. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നിന്റെ ഈ കണ്ണിയെ കുത്തിപ്പൊട്ടിക്കും. ഇതുള്ളതും ഇല്ലാത്ത കണക്കാ. കേറടാ. ഒന്ന് നിന്നേ. ഏ? അവനെ ഞാൻ കണ്ടുപിടിച്ചു. എവിടെ? വാ, നമുക്കൊരു സിനിമയ്ക്ക് പോവാം. എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. ഇത് മോർഫിങ്ങാ. സിനിമ കണ്ടാലേ മുതലാളിക്ക് അത് മനസ്സിലാവൂ. കൂടുതൽ പറഞ്ഞാൽ നിന്റെ മോറടിച്ച ഫിങ്ങാക്കും. എന്റെ മുതലാളി, ഇത് കമ്പ്യൂട്ടർ വിദ്യ. ഒരാളെ മറ്റൊരാളാക്കുന്ന ടെക്നോളജി. കൊച്ചുകുറുപ്പിനെ അയാൾ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി മോർഫിംഗ് നടത്തിയിട്ട് വരിക. ശരിയാണോ? സത്യം. ഈ വിദ്യ ഉപയോഗിച്ച് എന്നെ വേണമെങ്കിൽ മോഹൻലാലാക്കാം, മുതലാളിയെ കുരങ്ങാക്കാം, കഴുതയാക്കാം. ഇപ്പോഴും അത് തന്നെ ആണല്ലോ. വിട്ടികളെ, നീ പറഞ്ഞ വിദ്യ ഉള്ളതാണോടാ? സത്യം ഉള്ളത് തന്നെയാ. ഇതെന്താണോ നീ നേരത്തെ പറയാത്ത? ബുദ്ധി ഇപ്പോഴല്ലേ വന്നേ. പാവം, വെറുതെ തല്ലി. എന്താ പോട്ട മതിലിനപ്പുറത്ത് നിൽക്കുന്നേ? മതിലുകളിൽ മമ്മൂട്ടി ചെയ്തില്ലേ, അതുപോലൊരു പ്രേമം. എന്തിനാ പോട്ടാ? ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. ചൊല്ലട്ടെ മിനിക്കുട്ടി? ഇതും എന്നത്തെയും പോലെ പാരഡി കവിതയാണോ? ഒറിജിനൽ കവിത. ചൊല്ലട്ടെ? എന്നാ കേക്കട്ടെ. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഇതേ വയലാർ രവിയുടെ കവിതയുമായിട്ട് കുറച്ച് സാമ്യമുണ്ട്. വയലാർ രവിയല്ല, വയലാർ രാമവർമ്മ. രണ്ടുപേരും ഒരു നാട്ടുകാരല്ലേ മിനിക്കുട്ടി? എന്താവട്ടെ, അപ്പോട്ട് ചൊല്ലിക്ക്, ഞാൻ കേക്കാം. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലമായി കൊച്ചച്ഛൻ. അച്ഛൻ വരുമ്പോൾ പാൽപ്പായസം കൊണ്ടുവരുമായിരുന്നു. അത് കഴിക്കാൻ ഞാൻ അച്ഛൻ എന്നെ തല്ലിത്തലോടുമായിരുന്നു. അപ്പച്ചൻ, അച്ഛൻ മിനിയച്ഛൻ, അച്ഛൻ അമിതാഭച്ചൻ. എന്താ പോട്ടാ? ആരോ പിടിച്ചു വലിക്കുന്നു പിന്നിൽ നിന്ന് ശക്തമായി. അസ്ഥികൾ നടുങ്ങുന്നു, ഞരമ്പുകൾ കുരുങ്ങുന്നു. കരാളകസ്തങ്ങളിൽ ആരോ ഒടിക്കുന്നു എല്ലുകൾ. അസ്ഥി ഞുറുങ്ങുന്നു. അച്ചോ, കടിക്കുന്നു കടിപ്പട്ടി പോലെ. അയ്യോ,
അയ്യോ അച്ഛോ, ഓടി. അയ്യോ വിളിയച്ഛൻ, അയ്യോ കൊച്ചച്ഛൻ നിന്നച്ഛൻ, അയ്യോ പൊളിയുന്നു മരലുകൾ, അയ്യോ കറക്കം കുറച്ചോ നിർത്തച്ചോ നിലത്തൊന്ന്, അയ്യോ അച്ഛോ. അയ്യോ നിന്നോടാ ഓടരുത്, അവിടെ ഓടരുത്. നിൽക്കാൻ. എന്നെ പോകരുത്, എന്റെ പുറകെ ഓടരുത്. പിടിച്ചാ ഞാൻ നിൽക്കും. നീ സോഡ കുപ്പിയിൽ അടിച്ചടിച്ച് എന്റെ മോളെയും കുപ്പിയിലാക്കിയോടാ. ആ സോഡ കുപ്പി നിക്കടാ അവിടെ. ഇറക്കമാണ് മാമ, ഓടരുത്. അയ്യോ അത് എന്നെ ഭൂമി കുലുങ്ങിയത്. എടാ പ്രഭുദേവേ, പ്രഭുദേവ നിന്റെ അച്ഛൻ ആ വയറിളക്കി ഉണ്ടാ. ഇയാളെ ഒരു കാര്യം. പ്രഭുദേവ ചേട്ടോ, ഡോക്ടർ വിളിച്ചത് കേട്ടില്ലേ? മോർണിംഗ് വന്നേടാ. പ്രഭുദേവ നിന്റെ അച്ഛൻ നിന്റെ അമ്മയുടെ മടിയിലിരുത്തിയാണോടാ എനിക്ക് പേരിട്ടത്. ആണി രോഗം കാരണം കാല് നിലത്ത് കുത്താൻ വയ്യ. അപ്പഴാ അവന്റെ ഒരു വയറിളക്കി. എന്താ ഇത്? വയറിളക്കി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഞാൻ ആ ചവരി പിറ്റിയായിരുന്നു, വയറിളക്കി കൊണ്ടുവന്നു. ഇനി ഇത് വെച്ച് എന്താണാവോ ചികിത്സ? അതിനെ ഷോക്കടിപ്പിച്ച് കൊല്ലുവോ? മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? രോഗികളായി എന്റെ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള പട്ടി. എന്ത് പറ്റി ചേട്ടൻ? പശുവിന് എന്ത് പറ്റി? നല്ല സുഖമില്ല. അയ്യടാ, ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഈ ഡോക്ടർ സാർ നേരിട്ട് വീട്ടിൽ വന്ന് ചികിത്സിച്ചാനല്ലോ. എന്താ അസുഖം? അകട്ടിലൊരു നീര് പോലെ. അകറ്റില്ല, നീരോടെ നിക്കട്ടെ. എന്നാ നിന്റെ ചിട്ടി വിളിക്കുന്നത്? അടുത്ത ആഴ്ച. ആണാ? ആരും അറിയാതെ ചിട്ടി എനിക്ക് പൊക്കി തരൂ. ഓഹോ, അപ്പോഴത് അഡ്ജസ്റ്റ്മെന്റ് ചിട്ടിയാണല്ലേ? അതെ, ഞങ്ങൾ തമ്മിൽ പല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് ചോദിക്കാൻ നീ ആരാടാ പ്രഭുദേവൻ? പ്രഭുദേവ നിന്റെ അച്ചാച്ചൻ. എടാ, എന്റെ അച്ചാച്ചനെ വിളിച്ചാൽ നിന്നെ അണപ്പല്ലേ? ഇതെന്താ ഹോസ്പിറ്റലോ അതോ ചന്തയോ? ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യമാണ്. മോൻ ഇതിന്റെ അകത്ത് ഇടപെടണ്ട. ഇത് കണ്ട, ഞാൻ ഇവിടുത്തെ ചീഫ് ഡോക്ടറാണ്. തന്റെ ഡോക്ടർ സ്ഥാനം ഞാൻ ഇതോടെ തെറിപ്പിക്കും. തനിക്കെതിരെ ആൾമാറാട്ടത്തിന് കേസ് കൊടുക്കും. ആൾമാറാട്ടോ? അതെ, കമ്പൗണ്ടർ സുശീലൻ ഡോക്ടർ വേഷം കെട്ടി ഡിപ്പാർട്ട്മെന്റിനെ ചീറ്റ് ചെയ്തു. പ്രഭുദേവ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അറ്റൻഡർ ചന്ദ്രപ്പൻ അതിന് കൂട്ടുനിന്നു. അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല. അത് പോട്ടെ, താനാരാ ഇതൊക്കെ ചോദിക്കാനായിട്ട്? ഞാനിവിടെ ചാർജ് എടുക്കാൻ വന്ന പുതിയ ഡോക്ടർ. ഡോക്ടറെ, ഞാൻ അറിഞ്ഞില്ല കൊച്ചു ഡോക്ടറെ. അപ്പൊ അകിടിന്റെ കാര്യം? അകിടി മണ്ണാങ്കട്ട പാലിൽ തീ പിടിച്ചപ്പോൾ അകിടി കൊണ്ട് വന്നത്. അകിടി കാലുപോയി, കുടത്തി കാലുപോയി. ഡോക്ടറെ, ഒരു കൊച്ചു ആണിരോഗിയാണ് ഡോക്ടറെ. ഞാൻ എക്സ്ക്യൂസ് ഒന്നും പറയണ്ട. ഊരിയെടുക്കാനായിട്ട് മുമ്പിൽ മാറണോ? ആ മുഖം കണ്ടിട്ട് മൃഗഡോക്ടറാണെന്ന് തോന്നിയില്ല. ക്ഷമിക്കണം ഡോക്ടറെ. ഞാനൊന്നും ഇല്ല, പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ അങ്ങനെ ഒരു ഡോക്ടറിന്റെ ആവശ്യമില്ല. ഈ സ്ഥലം ഏതാണെന്ന് അറിയാലോ? കണ്ണൂരാണ്, കണ്ണൂര്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാമോടാ? ഇവിടുത്തെ സ്കോർ നിലവാരം 2-2 നിന്നെ കൂടി കൊന്ന് മൂന്നാക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് വന്ന പുള്ളിക്ക് തിരിച്ചു പോവാം. ചാർജ് എടുക്കാൻ വരുന്ന ഓരോ ഡോക്ടർമാരെയും ബോംബിന്റെ കഥ പറഞ്ഞ് വിരട്ടി ഓടിക്കുന്ന പോലെ എന്നെ തുരത്താൻ നോക്കണ്ട. മാപ്പാക്കണം. ഏത് മാപ്പാടാ? ഇന്ത്യയുടെ സൊമാലിയുടെ? ഓടെ കോപ്പേ. ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ട് ഈ വ്യാജനോടൊപ്പം ചേർന്ന് ഇവിടുത്തെ മിണ്ടാപ്രാണികളെ ചെറുതായിട്ടൊന്ന് കവളിപ്പിച്ചിട്ടുണ്ട്. സാറ് കോപ്പാക്കണം, മാപ്പാക്കണം. ഏതായാലും താൻ തെറ്റ് മനസ്സിലാക്കിയല്ലോ. അത് മതി. എടാ പ്രഭുദേവാ, ഇത് പട്ടിയുടെ കഴുത്തിലിടുന്ന തൊടലല്ല. മേലാൽ ഇത് കൈകൊണ്ട് തൊട്ടാ. അങ്ങനെ കേറി ദാ അവിടെ പോയി. എന്താണ് കിളിക്കുന്നത്? അവൻ നിർത്തൂല. BP ഉള്ളത് കൊണ്ട് ടെൻഷൻ വരുമ്പോ ചിരിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അവന്റെ അച്ഛൻ ചെന്നപ്പോ പൊട്ടിച്ചിരിയായിരുന്നു. ഇതുപോലെ കസേര എണീക്കണോ? ഈ കസേര ഞാൻ വിട്ടുതരില്ല. ഇവിടെ ഒരു ഡോക്ടർ മതി. അത് ഞാനാണ്. കൊണ്ടുപോയി. അവിടെ ഇരിക്കാൻ. ഈ കസേര അവിടെ ഇരിക്കാൻ. താൻ ഇനി ഇവിടെ ഇരിക്കണം വേണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ലീഗലായിട്ട് തനിക്കെതിരെ എന്ത് ആക്ഷൻ എടുക്കാനും എനിക്ക് പവറുണ്ട്. പവർ ഹൗസ്. ചവറേ, ഉത്തരം പറയാതെ സാറിനെ അനുസരിക്കണോ? എടാ വെളുത്തവനെ അപ്പാന്ന് വിളിക്കാൻ തെണ്ടി. നീ ആരാണ് എന്നെ പറഞ്ഞനുസരിപ്പിക്കാൻ? ഇത് എന്റെ സാമ്രാജ്യമാണ്. ഞാൻ ഇവിടുത്തെ രാജാവാണ്. ഇതെന്റെ സിംഹാസനമാണ്. കിരീടം കാലയിലാണെന്ന് മാത്രം. കസേര അവിടെ തിരിച്ചു ഈ കസേര നീ മോഹിക്കണ്ടടാ. ഓടാതെ കസേര അവിടെ ഇരിക്കാൻ. ചേട്ടാ ആ കൊച്ചു ഡോക്ടറോട് എന്റെ ചിട്ടി ചേരാൻ പറയൂ. പോടിയപ്പുറത്ത് ഒരു ചിട്ടിയും ചട്ടി പൊട്ടിക്കും ഞാൻ. മാറി നിൽക്കും രോഗികളെ. ദേ, എന്റെ രോഗികളുടെ മുന്നിൽ വെച്ച് എന്നെ ഓടിക്കരുത്. காதலர்கள் படுகொலை செய்யப்பட்டார்கள். ஓ அப்படியே சிலர்கள் கொலை செய்யப்பட்டார்கள். அப்படித்தான் இருக்கும். என்ன செய்ய முடியும்? അണ്ണാച്ചി, ഇങ്ക എവിടെയെങ്കിലും മൂത്രം ഒഴിച്ചാ പോലീസുകാരന്മാർ പിടിക്കുമോ? പോലീസൊന്നും ഇങ്ങ പിടിക്കാതെ അവനവന് മൂത്രം ഒഴിക്കണമെങ്കിൽ അവനവൻ തന്നെ പിടിക്കണം.
ഇവിടെയോ പോച്ചോ മലയാളമാ എങ്കിട്ട് വിളയാടാതെ പോവളിയെ അയ്യോ വെളിയിൽ പോകാനോ ഞങ്ങള് ജോണന്റെ ക്ലോസ് ഫ്രണ്ട്സാ പിയാറോ എബ്രഹാം ജോൺ എവനായിരുന്നാ എനക്കല്ലടാ അന്ത മാതിരി പിആർ ഒന്നും എനിക്ക് தெரியாது എന്ത് പറ്റാൻ അയാൾ പിടിച്ച് പുറത്താക്കി ജോണന്റെ കത്ത് കൊടുത്തില്ലേ കത്ത് കൊടുത്തു പക്ഷെ അതേ സ്പീഡിൽ തന്നെ അയാൾ പിടിച്ച് പുറത്താക്കി അയാൾ അങ്ങനെ ചെയ്തോ എങ്കിൽ നിങ്ങൾ വാ വഴി ഉണ്ടാക്കാം ആങ്കോലി ഇവനാരടാ രജനീകാന്തിന്റെ മൂത്തുമാട പോനാ എവിടെ നോക്കണ വണ്ടി വെക്കണത് മൊത്തം രണ്ട് കണ്ണ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അത് ഭംഗിക്ക് വേണ്ടിട്ട് മദ്രാസിലാണെന്നെ ചോദിക്കാനും പറയാൻ ആളില്ലാന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അപ്പൊ കാണാമായിരുന്നു എന്താണോ കണ്ണു വെച്ച് നോക്കിക്കൊണ്ടിരിക്കണത് വണ്ടി എന്ത് പണി നിങ്ങൾ കാണിച്ചത്? അത് ശരി എന്ത് പണിയാണെന്ന് ആരുടെ കാര്യം നിങ്ങൾ തെരഞ്ഞെടുത്തറിയോ? ആരെ ഖുഷ്ബുന്റെ. ഏത് ഖുഷ്ബുവിനാലും ഖുഷ്ബുവിന്റെ ദൈവമേ കള്ളവണ്ടി കയറിയാ ഞങ്ങൾ ഇവിടം വരെ വന്നത് ഖുഷ്ബു എങ്ങോട്ടാ പോയത് അവര് ഷൂട്ടിങ്ങിന് വേണ്ടി പാലക്കാട്ടേക്ക് പോയതാ. ഇനിയിപ്പോ നമ്മൾ എന്തോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. അല്ല ചേട്ടാ ചേട്ടാ അവര് പാലക്കാട്ടേക്ക് പോയി എന്നല്ലേ പറഞ്ഞു പാലക്കാടെങ്കിൽ പാലക്കാട് നമ്മൾ അങ്ങോട്ട് പോകുന്നു എങ്ങോട്ടേത് അങ്ങോട്ട് അങ്ങോട്ട് ഓ നോർത്ത് പാലക്കാട് ഒന്ന് വാടക ആ കൊച്ചുകുറുപ്പിനെ കണ്ടില്ലല്ലോ. വരും മുതലാളി വരും. സാർ കാശ് ഓ ടെൻഷൻ കൊണ്ട് മറന്നാ എന്നാ മോർഫിംഗ്. അതെ മോർഫിംഗ്. കേട്ടോ സാർ, സൂക്ഷിച്ചു പോ. അവന്റെ മുഖം മൂടി വലിച്ച് കീറു മുതലാളി. നിൽക്കണ അവിടെ. എന്നോടാണോ നിന്റെ ഈ മുഖം കൂടി കടിച്ചു കീറുക. നോക്കി നിൽക്കാണ്ട് അവരെ പിടിയറ പട്ടികളെ. ചവന്തീനി അയാളെന്നെ കടിച്ചീറാൻ വന്നു. കളിച്ച് കളിച്ച് ഇയാള് മേലുപദ്രവം തുടങ്ങിയോ? ആ നീ വണ്ടി കയറ്, ഇറങ്ങി കാര്യം മുടക്കണ്ട. എങ്ങട് കല്യാണ ഡ്രസ് എടുക്കാൻ മുതലാളി അവര് രണ്ടുപേരെ ശ്രദ്ധിച്ചായിരുന്നോ? അത് രണ്ടും കൂടെ ഒന്നല്ല രണ്ടാ. അപ്പോഴത് മോർഫിംഗ് അല്ല, തെറ്റുപറ്റിയത് നമുക്കാ. മുതലാളി ഞാൻ നാന വായിച്ചെല്ലാം പഠിച്ചു. ഇതൊരു പുതിയ ടെക്നിക്കാണ്, ഒരാളെ രണ്ടാളാക്കി മാറ്റുന്ന വിദ്യ. ഇതിന് ക്ലോണിംഗ് എന്ന് പറയും. എന്താ ക്ലോണിംഗ്? ഇതിന് ക്ലോസിംഗ് എന്ന് പറയും. നിന്റെ ചാപ്റ്റർ ക്ലോസ്. നീ എന്താ ഇവിടെ? ഞാൻ ചിട്ടി പിടിക്കാൻ വന്നതാ. തെയ്യം പ്രമാണിച്ചകത്ത് നറുക്കെടുപ്പ് നടക്കിയ ആണോ? ആ ഭാഗ്യവാൻ ആരാണോ? ഞാനാണ് ആ ഭാഗ്യവാൻ. ചുവന്ന പട്ട് സാരി ഉടുത്ത് വെള്ള മുല്ലപ്പൂ ചൂടി രത്നക്കല്ല് പതിച്ച സ്വർണ്ണമാല അണിഞ്ഞ എന്റെ രത്നത്തിന്റെ ചുമലിൽ ചേർന്ന് ഇരിക്കുമ്പോ നിന്റെ കെട്ടിയോൻ ആ കാലമാറിന് അങ്ങനെ എപ്പോ കയറി വരുമോ? അതിന് ചേട്ടൻ ഇപ്പൊ വിയൂർ ജയിലല്ലേ? ഓ, അയാള് ജയിൽ ഇടിഞ്ഞാലും പുറത്തിറങ്ങാതിരുന്നെങ്കിൽ നീ എത്ര ധന്യായാലും ഞാനും. രത്നം, രത്നം, കാളാ ഓച്ചിറ കാളാ. ഞാൻ വന്നു, വാതിൽ തുറക്ക്. അവൻ എന്നെ കണ്ടാ നമ്മളെ എല്ലാ ദിവസവും പൊളിയും. ഞാനിപ്പോ എവിടെ ഒന്ന് ഒളിക്കാ. എന്താ വരുന്നു? വേഗം തുറക്ക്, നിന്റെ വേലു വന്നനാ. അത് കാളേന് ഇപ്പൊ പുറപ്പെട്ട നേരം വെളുക്കുന്നതും പോച്ചിറെത്താം. ഓച്ചിറയോ? രത്നം, നിനക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു വന്നവനാ ഞാൻ. ഒടുവിൽ കാലം മാറിയത്
എന്റെ അമ്മ ഇതേ വരുന്ന പുതിയ ചിട്ടിക്കാരൻ. ഇവള് ചിട്ടിയല്ല, ബാങ്കാ. ഇത് സാധാരണ ബാങ്കല്ല, സഹകരണ ബാങ്കാ. 3 പേരെ കൊന്നിട്ട് ജയിലിൽ പോയി തിരിച്ചു വരുന്നുള്ള ഭർത്താവ് പിടിച്ചിരുന്നു. ചേട്ടൻ ജയിലിൽ ചാടി. ചാടിയോ? നീയോ? നീയോ? മിണ്ടണ്ട, തർക്കം വേണ്ട. ഇപ്പൊ നമുക്ക് രക്ഷപ്പെടണം. എന്റെ ഈശ്വര, ചേട്ടന്റെ കണ്ണിപ്പെട്ട വെട്ടിക്കൊല്ലും. ഇതുകൊണ്ട് രക്ഷപ്പെട്ടോളൂ. അയാളെ കൊന്നിട്ടോ? അല്ല, പിന്നെ നിങ്ങൾ ഇയാളെ വെട്ടിക്കൊല്ലാൻ വന്നപ്പോ ഇങ്ങോട്ട് ഓടി കയറിയതാന്ന് ഞാൻ പറഞ്ഞോളാം. ആ മെലിഞ്ഞ പാവത്തിനെ കൊല്ലാൻ വന്നപ്പോ ഇങ്ങോട്ട് ഓടി കയറിയതാ. ഇനി മുകളിലുള്ളവൻ കാക്കണം. വേലു ആദ്യം കൊല്ലാൻ ഓടിച്ചിട്ടത് പറഞ്ഞു. ഇവന് പേടിച്ചിട്ട് മരത്തിന്റെ മുകളിൽ കയറി ഒളിച്ചതാ. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ല പങ്കിളി എന്റെ ബാലഗോപാലനെ എന്നതേ പാല് പോലുള്ള ഒരു പുഞ്ചിരി തൂകുന്ന മിനിക്കുട്ടി, ഞങ്ങള് സോഡ നിറയ്ക്കുമ്പം പാടണ പാട്ടൊന്ന് കേളടി. വെള്ളം കോരി നിറച്ചിട്ട് ഗ്യാസ് നിറയ്ക്കണ കാണടി. എല്ലും തോലുമായുള്ളൊരു കോലമേനിക്കെന്റെ ശൈലടി. എന്റെ അമ്മേ, മനുഷ്യ, താഴെ കൊപ്പി പൊട്ടിയതാ, നിങ്ങളുടെ ചങ്ക് പൊട്ടിയതല്ല. അങ്ങനെയാ? അവനെ എന്ന് ഞാൻ നിന്ന് ശരിപ്പെടുത്തു. ഞങ്ങൾ ചെല്ലട്ടെ. കാലത്ത് എന്നെ കുപ്പി പൊട്ടിച്ചല്ലേ? കുപ്പിയല്ല മിനിക്കുട്ടി, എന്റെ ഹൃദയമാ പൊട്ടിയത്. എന്റെ ഹൃദയമാണ് പൊട്ടിയത്. കാശ് മുടക്കണ എനിക്ക് അതിന്റെ വിഷമം അറിയൂ. ഈ കമ്പനിയുടെ പേര് 4 ASS എന്നല്ല, 4 ASS. അതായത് 4 കഴുതകൾ. അതിൽ പ്രധാന കഴുത നീ. എവിടെ പോടാ മറ്റേ കഴുതകള്? അവരൊക്കെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പോയിരിക്കുക. ഇനി ഞാൻ എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും? എന്താ സംഭവിച്ചത്? ഇനി എന്താ സംഭവിക്കാനുള്ളത്? എന്റെ മാനം കളഞ്ഞില്ലേ നിങ്ങളുടെ കാള? കാളയുടെ ഒരു യോഗേ, കാളയോഗം. അവൻ ഉപദ്രവിച്ചു. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച മാനം ഒരു നിമിഷം കൊണ്ട് പോയില്ലേ? അത് പിന്നെയും പോയാ? കണ്ടില്ലേ നാശം? ഇപ്പോഴും അവിടെ നിന്ന് ശൃംഖരിക്കുക. അമ്പട കള്ള, കാര്യം ഒപ്പിച്ചല്ലേ? ഭാഗ്യവാൻ. അടുത്ത ജന്മമെങ്കിലും നീയായിട്ട് പിറന്നാ മതിയായിരുന്നു. നീ ചത്തില്ലല്ലേ? സാറ് ചാവാത്ത സ്ഥിതിക്ക് നമ്മൾ അതും കൊണ്ട് നടക്കണോ? കൊടുത്തേക്ക്. എന്താ നേരത്തെ നീ എനിക്ക് തന്നില്ലേ? അതാ എന്താണ് ഇവന് കൊടുത്തതാ. അതിനൊന്നേ പണ്ടേ ഇങ്ങനെ വാങ്ങിച്ചാ തിരിച്ചു കൊടുക്കത്തില്ല. വൃത്തികെട്ടവൻ. എന്താ ഇത്? ഞാനിപ്പൊ തിരിച്ചു കൊടുത്തു തുടങ്ങി. അവൻ ഇത്ര പെട്ടതും നന്നായ. മാറി നിൽക്കണേട്ടാ അങ്ങോട്ട്. മേഡം ഗേറ്റ് എടുത്തിട്ടുണ്ട്. ശരി. നല്ലോണം കാണാം. വാ വാ. എന്റെ അപ്പു, നീ എവിടെ കയറിയിരിക്കുന്നേ? പാറപ്പുറത്തെ. പാറപ്പുറത്തല്ലടാ, ആനപ്പുറത്താണ്. അയ്യോ വേല ഉണ്ടാക്കാൻ വേണ്ടി എന്താ ഒരു ബഹളം? അറിയില്ല. മാഡം, ഇവനാണ് പ്രശ്നക്കാരൻ. മതലിന്റെ പുറത്തോട് ചാടി.
ഏതാവ് തിരുടായിരിക്കും. തിരുടാ അല്ല, ഞാൻ ജെന്റിൽമാൻ, മിനിക്കുട്ടിയുടെ കാതലൻ. എന്റെ കൂട്ടുകാരാ. എന്തിനാ മതിലിന്റെ പുറത്തുനിന്ന് ചാടിയത്? ആനപ്പുറത്ത് നിന്ന് വീണതാ. പാപ്പാനാണോ? അല്ല, കാണാൻ വന്നതാ. കേട്ടടച്ചപ്പോ കാണാൻ പാറപ്പുറത്ത് കയറി. ആന പാറ പോലെ ഇരുന്നു, അറിഞ്ഞില്ല. ഇപ്പൊ കണ്ടില്ലേ, ഇനി പൊയ്ക്കോളൂ. വരട്ടെ. പട്ടിയുണ്ടോ എന്തോ. ഓ, ഇത് തന്നെയാണോ ഇനി? ഇത് തന്നെയായിരിക്കും. കയറി ചെല്ലാം, വാടാ. എന്നാ വാ. എന്ത് കണ്ടാലും തലയിടും. നീർക്കോലി നടക്ക്. ഇവിടെ ആരുമില്ലേ? ആരോഗത്തുണ്ട്. ആരാത്? ദിലീപിന്റെ വീടല്ലേ? അതെ. മക്കളെ എവിടുന്നാ? ഞങ്ങള് ദിലീപിന്റെ കൂട്ടുകാരാ. ദിലീപിന്റെ കൂട്ടുകാരാ. വാ, വാടാ. മക്കള് കയറിയിരിക്കെ. ദിലീപില്ലേ? അവൻ പുറത്തു പോയിരിക്ക. മോൻ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. എന്നെ പറഞ്ഞ ചിലപ്പോ അറിയായിരിക്കും. ഞാൻ പൊന്നമ്പലത്ത് തറവാട്ടില്ല. ആ, മോൻ പൊന്നമ്പലത്തെ തറവാട്ടിലാണല്ലേ? മക്കളിരിക്കും, ഞാൻ കുടിക്കാൻ എന്തേലും കൊണ്ടുവരാട്ടോ. കുടിക്കാല്ലേ? ആ, ഇപ്പൊ കൊണ്ടുവരാട്ടോ. വാടാ, വാടാ, ഇരി, ഇരി. ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ അവിടെ ഇരിക്കാം. ദിലീപിന്റെ അമ്മ നല്ല അമ്മയല്ലേ? എനിക്കിഷ്ടായി. എനിക്ക് എന്തിനാ വെള്ളം എടുക്കുന്നത്? ഇതുകൊണ്ട് എനിക്കൊരു ആവശ്യം ഉണ്ടല്ലോ. തിന്നാൻ കൂടെ വല്ലതും കൊണ്ടുവരായിരിക്കില്ലേ? സാമ്പിൾ നോക്കായിരുന്നു. അല്ല ലഡുവോ ജിലേബിയോ മിച്ചറോ. മിച്ചറൊക്കെ തിന്റെ എത്ര നാളെ നീ അത്യാഗ്രഹം കാണിച്ച് നാണക്കെട്ട് ഉണ്ടാക്കല്ലേ? അത് ലഡു ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരുപാട് തിന്നിട്ട്. ചുമ്മാ എല്ലാവരും വീട് പറഞ്ഞു തരാത്തത്. എന്ത് പറ്റി? ആ തള്ള വെള്ളം കോരി ഒഴിച്ചു എന്റെ മേത്ത്. അയ്യോ, ചേച്ചിക്ക് വട്ടാണ്. ആരാ? ഞാനോ? ദിലീപിന്റെ അമ്മാവൻ. ഹലോ. അമ്മാവനാ? കണ്ടത് ഏതായാലും നന്നായി. ദിലീപിന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തവരെ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ പൊന്നമ്പലത്ത് തറവാട്ടിലെന്ന് പറഞ്ഞപ്പോഴാ ആ തള്ള വെള്ളം കോരി ഒഴിച്ചത്. മോനും പൊന്നമ്പലം തറവാട്ടില്ലേ? ഏയ്, ഞാൻ പാലപ്പള്ളി തറവാട്ടില്ലേ. പാലപ്പള്ളി തറവാട്ടിലാ? ചേച്ചേ, കുറച്ച് വെള്ളം തിളപ്പിക്കേ, നമുക്ക് ഇവരൊന്ന് പുഴുങ്ങി തിന്നാം. അയ്യോ ചേച്ചി, ഞാനിവരെ